പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഋതുവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇടായി ടൂറിസത്തിലെ ബോണസ് ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് രാവിലെ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ജോലിക്ക് കയറാതെ ടൂറിസത്തിന് മുന്നിൽ സമരം നടത്തി. തുടർന്ന് യൂണിയൻ നേതാക്കളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തുകയും യൂണിയൻ നേതാക്കൾ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് സമരം ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. 12,000 വെച്ച് ബോണസ് കൊടുക്കുക. 30,000 പുറത്തുള്ളവരെ നമ്മൾ വീണ്ടും ഇന്നിവിടെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അവരെ ഉത്സവത്തെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അതും പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്കിപ്പം ഈ 12,000 രൂപ ബോണസ് ഈ ബാങ്കിന്റെ ചില വിഷയങ്ങൾ അവധി ആയതുകൊണ്ട് 6,000 രൂപ വെച്ച് ഇന്നിപ്പം കൊടുക്കും. പൈസയായിട്ട് കൈ തരും. 18-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ മൊത്ത പൈസ വരുമ്പോൾ ഈ 6,000 രൂപ തിരിച്ചു കൊടുക്കുക. ആ രീതിയിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകും. തൊഴിലാളികൾക്ക് ഓണം ബോണസ് സംബന്ധിച്ച് തീരുമാനമാകാത്തതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ യൂണിയൻ നേതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് ഈ ചർച്ച പരാജയപ്പെടുകയായിരുന്നു. ജടായുപ്പാറ ടൂറിസത്തിലെ പ്രധാന കമ്പനിയായ ഗുരുചന്ദ്രികയുടെ പിടിവാശി മൂലമാണ് ചർച്ച പരാജയപ്പെട്ടതെന്നാണ് യൂണിയനുകൾ ആരോപിക്കുന്നത്. കരാർ തൊഴിലാളികൾക്ക് ബോണസ് നൽകുവാൻ ഗുരുചന്ദ്രിക കമ്പനി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യൂണിയനുകൾ അംഗീകരിച്ചില്ല. 5 വർഷമായി ജോലി ചെയ്യുന്ന കരാർ തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷം മാത്രമാണ് യൂണിയനുകൾ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 12,000 രൂപ ബോണസ് നൽകിയത്. എന്നാൽ ഇപ്പോൾ അറ്റൻഡൻസ് കണക്കാക്കി അതിലും കുറഞ്ഞ ബോണസ് മാത്രമേ നൽകാൻ കഴിയൂ എന്നായിരുന്നു കമ്പനിയുടെ നിലപാട്. അതുകൂടാതെ ഇവർക്ക് ബോണസ് നൽകേണ്ടതിന്റെ ഉത്തരവാദിത്വം കരാർ കമ്പനികൾക്കാണെന്ന് ടൂറിസം നടത്തിപ്പുകാരായ ഗുരുചന്ദ്രിക പറഞ്ഞിരുന്നു. ഇതും അംഗീകരിക്കുവാൻ യൂണിയനുകൾ തയ്യാറായില്ല. കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി കരാർ ജീവനക്കാർക്ക് മാതൃകമ്പനിയായ ഗുരുചന്ദ്രിക ബോണസ് നൽകണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പൂർണ്ണമായി അംഗീകരിക്കുവാൻ മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ലെന്നാണ് യൂണിയനുകൾ പറയുന്നത്. ഈ പാറപ്പുറത്ത് കയറി വെയിൽ കൊണ്ട് തെക്കും വടക്കും നടക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരനും അതുപോലെ മറ്റ് ജീവനക്കാരുടെയും വ്യത നല്ലതുപോലെ അറിയാവുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ ഇപ്പോൾ അവസാനമെടുത്ത ഈ തീരുമാനമാണ് സന്തോഷി പറഞ്ഞത്. ഈ സമരത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ സഹകരിച്ച യൂണിയൻ ഭേദമന്യേ സഹകരിച്ച ധീരരായ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ATUCയുടെ പേരിൽ അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക്. ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് മാന്യമായ ഉത്സവത്തെയും സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 13 ദേശീയ അവധി ദിവസങ്ങളുടെ ശമ്പളവും പ്രത്യേക അലവൻസായി അനുവദിക്കണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറായില്ലെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ ബോണസ് ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായി ബോണസ് ഉണ്ടാവുന്നത്. അന്ന് ചർച്ച നടത്തി മുഴുവൻ തൊഴിലാളികൾക്കും 12% അല്ല 12,000 രൂപ വെച്ച് ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം നമ്മൾ ഒരാഴ്ച മുമ്പ് തന്നെ 20% വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് കൊടുത്തത്. പക്ഷെ അവര് ലേബർ ഓഫീസിൽ DLAയുടെ നേതൃത്വത്തിൽ ഇന്നലെയാണ് ചർച്ചയ്ക്ക് വെച്ചത്. ചർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ആൾക്കാരും പങ്കെടുത്തില്ല. എന്നാൽ പോലും നമ്മൾ അവിടുന്ന് ചർച്ച അധികരിച്ച് വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ബോണസ് തന്നെ കൊടുക്കണമെന്ന തീരുമാനം അവിടെ DLA അറിയിപ്പിച്ചിട്ട് ആണ് പിരിഞ്ഞത്. അതിനുശേഷം ബന്ധപ്പെട്ട എല്ലാവരെയും ബന്ധപ്പെട്ടെങ്കിലും അവര് ഇത് പരിഹരിക്കാൻ ഒരു കാരണവശാലും മുമ്പോട്ട് വന്നില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ രാവിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ബോണസ് മുഴുവൻ ആൾക്കാർക്കും കൊടുക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചത്. തൊഴിലാളികൾക്ക് ഓവർ ടൈം അലവൻസ് അടക്കമുള്ള ഒരു ആനുകൂല്യങ്ങളും ഗുരുചന്ദ്രിക കമ്പനി നൽകാത്ത സാഹചര്യത്തിലായിരുന്നു യൂണിയനുകൾ ഇന്നു മുതൽ സമരം പ്രഖ്യാപിച്ചത്. ഇതേ ടൂറിസത്തിൽ പ്രവർത്തിക്കുന്ന കേബിൾ കാറിന്റെ കമ്പനിയായ UBL അവരുടെ ഉയർന്ന ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾക്ക് എല്ലാ വർഷവും 20% ബോണസും മറ്റ് നിയമപ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുമ്പോഴാണ് മാതൃകമ്പനിയായ ഗുരുചന്ദ്രിക ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതെന്നും യൂണിയനുകൾ കുറ്റപ്പെടുത്തുന്നു. ജടായു ടൂറിസത്തിലെ ബോണസുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ മാനേജ്മെന്റ് ഒരാഴ്ച മുമ്പ് കത്ത് കൊടുക്കുകയും എന്നാൽ അത് വളരെ വൈകി ലേബറിന് ഫോർവേഡ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ലേബർ ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. മാനേജ്മെന്റ് ഭാഗത്ത് ഉത്തരവാദപ്പെട്ട ആരും വരാതെ ഒരു ഉദ്യോഗസ്ഥരാണ് ചർച്ചയ്ക്ക് വന്നത്. അതുകൊണ്ട് ആ ചർച്ച മുന്നോട്ട് പോയില്ല. അങ്ങനെ ചർച്ച പൂർണ്ണമായി പരാജയപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ ജടായു ടൂറിസത്തിലെ തൊഴിലാളികൾ ഒന്നടങ്കം മുഴുവൻ ആളുകളും പണിമുടക്കിക്കൊണ്ട് ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റുകൾ തൊഴിലാളി യൂണിയൻ മുന്നോട്ട് വെച്ച് എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചു. അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വന്ന ഒരു അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ച് ഇന്ന് അവർ ജോലിക്ക് കയറിയിരിക്കുകയാണ്. സംയുക്ത തൊഴിലാളി യൂണിയനുകളായ CITU, INTUC, AATUC യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. തുടർന്ന് മാനേജ്മെന്റ് ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷം നേതാക്കളുമായി ചർച്ച നടത്തുകയും യൂണിയനുകൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇന്നലെയും ഇന്നുമായിട്ടുള്ള സംയുക്തമായ ട്രേഡ് യൂണിയന്റെ സമരത്തിന്റെ ഭാഗമായി മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിലുള്ള ചർച്ചയിൽ
നമ്മുടെ ട്രേഡ് യൂണിയന്റെ രീതിയിലുള്ള സംസാരങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാവിധ കാര്യങ്ങളും അംഗീകരിച്ചിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് അവർ ബോണസ് എന്ന ക്രമത്തിൽ 12,000 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് ഇനി 6,000 രൂപ ഇന്ന് കൊടുക്കും, ക്യാഷ് ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് വരുന്ന വർക്കിംഗ് ഡേ, ബാങ്ക് അവധി ആയതുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ ഇന്ന് തന്നെ മുഴുവൻ തുകയും അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ ഭാഗമായി എല്ലാ തൊഴിലാളികളും ഒരുമിച്ച് ഇന്ന് അംഗീകാരത്തിന് വേണ്ടി ശ്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ തൊഴിലാളികളുടെയും സംഘടനകളുടെയും വിജയമായിട്ടാണ് ഈ ഒരു സമരത്തെ കാണുന്നത്. തുടർന്ന് കരാർ ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷം നൽകിയ ബോണസായ 12,000 രൂപ നൽകുവാനും ഇന്ന് 6,000 രൂപ നേരിട്ട് തൊഴിലാളികൾക്ക് നൽകുകയും ബാക്കി 6,000 രൂപ തിങ്കളാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ട് നിക്ഷേപിക്കുകയും ചെയ്യാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ചടയമംഗലം.